പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള വചനം. അവർ പൊയ്ക്കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹേറോദേസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. കർത്താവിൻ്റെ വചനം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിലേക്ക് ഓടി വരുന്നത് വിശുദ്ധ യൗസേപ്പിതാവാണ്. മാർച്ച് മാസം വിശുദ്ധ യൗസേപ്പിതാവിനെ ഓർമ്മിക്കുന്ന മാസം കൂടിയാണ്. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ത്യാഗവും വിശുദ്ധ യൗസേപ്പിതാവിലൂടെ ദൈവം നമ്മുടെ മേൽ വർഷിക്കുന്ന അനുഗ്രഹങ്ങളുമൊക്കെ ഒന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ മറിയത്തോളം ദൈവത്തോട് സഹകരിച്ച ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധ മറിയം യേശുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ എപ്രകാരം ഉപകരണമായോ അതേപോലെ തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ വിശുദ്ധ യൗസേപ്പിതാവിനെയും ദൈവം ഉപകരണമാക്കിയിട്ടുണ്ട്. മറിയത്തെ അനാദിയിലെ തൻ്റെ പുത്രന് ജന്മം നൽകുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ആ മകനെ പരിപാലിക്കുവാൻ പരിരക്ഷിക്കുവാൻ ദൈവം കണ്ടെത്തിയ വ്യക്തിത്വമാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ജോസഫ് എന്ന ആ വാക്കിൻ്റെ അർത്ഥം, അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണെന്ന് ആ അക്ഷരത്തിൽ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആ ലെറ്റേഴ്സിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ജോസഫ്, അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ജെ സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ്, നീതിമാനായ മനുഷ്യനാണ്. അത് യൗസേപ്പിതാവ് നീതിമാനാണെന്ന് പറയുന്നത്. നീതിമാനായ യൗസേപ്പ് എന്നാണ് അദ്ദേഹത്തെ എപ്പോഴും പറയുന്നത്. എന്താണ് നീതി? രക്ഷിക്കുന്ന ഒരു നീതിയുടെ ഉടമയായിരുന്നു വിശുദ്ധ യൗസേപ്പിതാവ്. രക്ഷിക്കുന്ന ഒരു നീതിയുടെ ഉടമയാണ് യൗസേപ്പിതാവ്. ആരെയും നശിപ്പിക്കുവാനോ ശിക്ഷിക്കുവാനോ തള്ളിപ്പറയുവാനോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു നാളും അദ്ദേഹം ഇടം കൊടുത്തില്ല. നീതിമാൻ, ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് രക്ഷിക്കുന്ന നീതിയാണ്. വിശുദ്ധ യൗസേപ്പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് രക്ഷിക്കുന്ന ഉടമയായിട്ട് മാറുകയാണ്. പരിശുദ്ധ മറിയത്തെ വിശുദ്ധ യൗസേപ്പിതാവ് അപമാനിതയാക്കാൻ വിടാതെ അതിൽ നിന്ന് രക്ഷിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ നീതിമാനായ യൗസേപ്പ് അത് ഉൾക്കൊണ്ടുകൊണ്ട് മറിയത്തെ രക്ഷിക്കുന്നു. അപമാനിതയാക്കുവാൻ വിട്ടുകൊടുക്കുന്നില്ല. അത് യൗസേപ്പിതാവിൻ്റെ നീതിയുടെ ഒരടയാളമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് രക്ഷിക്കുന്ന നീതി. യൗസേപ്പിതാവ് ഈശോയെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ ആ ദൈവീക പദ്ധതിയോട് സഹകരിക്കുകയാണ്. ഈ വായിച്ചു കേട്ട വചനഭാഗത്ത് മാലാഖ പറയുകയാണ്, ഹേറോദേസ് കുഞ്ഞിനെ നശിപ്പിക്കുവാനായിട്ട് നോക്കുകയാണ്, അതുകൊണ്ട് എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ രക്ഷിക്കുന്ന നീതി യൗസേപ്പിതാവിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് അദ്ദേഹം കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ യൗസേപ്പിതാവിൻ്റെ നന്മകൾ ഒന്ന് ധ്യാനിക്കാം. കാരണം ജെ സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ്. ഓ, രണ്ടാമത്തെ അക്ഷരമായ ഓ, ഒബീഡിയൻസ്. കാരണം ദൈവത്തോട് അനുസരണമുള്ള ഒരു ജീവിതമായിരുന്നു. ഓരോ നിമിഷവും എന്താണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് പാലിക്കുവാനായിട്ട്, അത് പ്രവർത്തിക്കുവാനായിട്ട് ജീവിതം കൊടുത്ത ഒരു ജീവിതമാണ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതം. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യൗസേപ്പിതാവിൻ്റെ ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുസരണം, ദൈവം പറയുന്നത് അപ്പോൾ തന്നെ കേൾക്കുവാനായിട്ട്, അതിന് ചോദ്യങ്ങളില്ല. അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ ഇതിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകേണ്ടത്, ഈ ചോദ്യങ്ങൾക്കൊന്നും യൗസേപ്പിതാവ് തൻ്റെ ജീവിതം അങ്ങനെ ഒരു ചോദ്യത്തിന് വിട്ടുകൊടുക്കുന്നില്ല. കാരണം അനുസരിക്കുക, ഒബീഡിയൻ്റ് ആയിട്ട്, ഒരു ബ്ലൈൻഡ് ഒബീഡിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു തലത്തിലാണ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതം. ദൈവം പറയുന്നത് ചോദ്യമില്ലാതെ അത് പാലിക്കുവാനായിട്ട് തയ്യാറാകുന്നു. നമ്മുടെ ജീവിതത്തിൽ
ദൈവം വചനത്തിലൂടെ പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കണം, ദൈവം നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിച്ച വ്യക്തി ആ കുടുംബജീവിതത്തോട് വിശ്വസ്ത പുലർത്തുവാൻ, മക്കളെ വളർത്തുവാൻ, അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാനായിട്ട് ദൈവം ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ട് അത് പാലിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? വീണ്ടും യോസേപ്പ് പിതാവിൻ്റെ നന്മ എന്ന് പറയുന്നത് മൂന്നാമത്തെ അക്ഷരം എസ്. ജോസഫിലെ എസ് അത് നിശബ്ദതയാണ്, സൈലൻസ്. അദ്ദേഹം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വെളിപാടുകൾ സ്വീകരിക്കുവാൻ, ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ യോസേപ്പ് പിതാവ് നിശബ്ദനാകുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഇടങ്ങളിലും സംസാരിക്കേണ്ട സാഹചര്യങ്ങളിലുമൊക്കെ യോസേപ്പ് പിതാവ് നിശബ്ദനായി മാറുകയാണ്. ലോകത്തിലെ മനുഷ്യൻ കൂടുതൽ സംസാരിച്ച് അസ്വസ്ഥനാകുമ്പോൾ യോസേപ്പ് പിതാവ് നിശബ്ദതയുടെ മനുഷ്യനായിട്ട് മാറുകയാണ്, ശാന്തനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിശബ്ദത ഒരു ഡിക്ഷണറി മുഴുവനും എഴുതി ചേർക്കാവുന്ന വാക്കുകൾക്ക് തക്കവിധം സമാനമാണ്. അദ്ദേഹത്തിൻ്റെ നിശബ്ദത വാക്കുകളേക്കാൾ ശക്തമായിരുന്നുവെന്ന് നമുക്ക് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. വീണ്ടും നാലാമത് ജോസഫ് എന്ന നാമത്തിലെ ഈ എക്സ്പീരിയൻസ്, അനുഭവങ്ങളിൽ ജീവിച്ച ജീവിതമായിരുന്നു ജോസഫിൻ്റേത്. ജോസഫ് ബുദ്ധിയിലും യുക്തിയിലുമല്ല ആശ്രയിച്ചത്, ഹൃദയവും അനുഭവവുമാണ് ജോസഫിൻ്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ഹൃദയത്തിൻ്റെ ആ അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിലപാടുകളിൽ തെളിഞ്ഞു നിന്നു. യുക്തി കൊണ്ട് ബുദ്ധി കൊണ്ട് നിലപാടുകൾ എടുക്കാതെ ഹൃദയം കൊണ്ട് അനുഭവം കൊണ്ട് ജീവിതത്തെ നയിക്കുവാൻ യോസേപ്പ് പിതാവ് തയ്യാറായി. ജോസഫ് എന്നുള്ള വാക്കിലെ പി അദ്ദേഹത്തിൻ്റെ പ്രൂഡൻസ്, വിവേകമാണ്. പ്രൂഡൻസ്, അദ്ദേഹം വിവേകമതിയാണ്. വിവേകമുള്ള ഒരു വ്യക്തിത്വമാണ് ജോസഫിൻ്റേത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പല കാര്യങ്ങൾ, ദൈവപുത്രനാണ്, കാരണം ദൈവം തന്നെയാണ് താൻ പരിപാലിക്കുവാനായിട്ട് ഉള്ള ഈ കുഞ്ഞ്. അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തിയുള്ളവനാണ്. ശക്തനായ ഒരു ദൈവം എൻ്റെ കരങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും യോസേപ്പ് പിതാവ് ദൈവം പറയുന്നതനുസരിച്ച് ചെയ്യുകയാണ്, വിവേകത്തോടെ ചെയ്യുക നിലപാടുകൾ. യോസേപ്പ് പിതാവിന് വേണമെങ്കിൽ ഈ കുഞ്ഞ് ശക്തനാണ്, അതുകൊണ്ട് ഈജിപ്തിൽ പോയില്ലെങ്കിലും ഈ കുഞ്ഞിൻ്റെ ശക്തി കൊണ്ട് എന്തും നേടാൻ പറ്റും. കുഞ്ഞ് വളരുന്നതനുസരിച്ച് ഈശോയുടെ അടുത്ത് വേണമെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം യോസേപ്പ് പിതാവിന്. പക്ഷേ യോസേപ്പ് പിതാവ് അതിനൊന്നും മുതിരുന്നില്ല. യോസേപ്പ് പിതാവ് അദ്ദേഹത്തിൻ്റെ ആ വിവേകം ദൈവിക പദ്ധതിയോട് സഹകരിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. പിന്നെ നമ്മൾ ജോസഫ് എന്നുള്ള ആ നാമത്തിൽ ആ അക്ഷരങ്ങളിൽ എച്ച്, ഹ്യൂമിലിറ്റി, അദ്ദേഹത്തിൻ്റെ എളിമ. എത്രമാത്രം എളിമയായിരുന്നു! ജോസഫ് എന്ന് പറയുമ്പോൾ തന്നെ ഈ നന്മകളുടെ കൂട്ടായ്മയാണ് വിശുദ്ധ യോസേപ്പ് പിതാവിൽ കാണാനായിട്ട് പറ്റുന്നത്. അദ്ദേഹം നീതിമാനായിരുന്നു, ദൈവത്തെ അനുസരിച്ച വ്യക്തിത്വമായിരുന്നു, ദൈവിക രഹസ്യങ്ങൾ സ്വീകരിക്കുവാൻ ദൈവസന്നിധിയിൽ ശാന്തനായി നിശബ്ദതയിൽ സമയം ചെലവഴിച്ച വ്യക്തിയായിരുന്നു. അനുഭവങ്ങളിൽ തൻ്റെ ജീവിതത്തെ നയിച്ച വ്യക്തിയായിരുന്നു. വിവേകം, ഈശോ പറയുന്നില്ലേ, പ്രാവിനെ പോലെ നിഷ്കളങ്കതയും സർപ്പത്തെ പോലെ വിവേകമതിയുമായിരിക്കണം. ഈ വിവേകം വിശുദ്ധ യോസേപ്പ് പിതാവിൽ നിറഞ്ഞു നിന്നിരുന്നു. മറ്റൊന്ന് എളിമ, ഹ്യൂമിലിറ്റി. ഇന്ന് ഈ നന്മകൾ ഒരു കുടുംബജീവിതത്തിൽ നയിക്കുന്ന കുടുംബനാഥന് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ തകരുന്നത്. വിശുദ്ധ യോസേപ്പ് പിതാവ് കുടുംബങ്ങളുടെ പരിപാലകനെന്ന് പറയുമ്പോൾ ഓരോ കുടുംബനാഥനിലും ഒരു യോസേപ്പ് പിതാവ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. വിശുദ്ധ യോസേപ്പ് പിതാവിനെ സഭയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പരിപാലകനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ഓരോ കുടുംബനാഥനിലും, ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയിലും ഈ യോസേപ്പ് പിതാവിൻ്റെ നന്മകൾ അനുകരിക്കുവാനായിട്ട് തയ്യാറാകണം. ഒരു നീതിയുടെ ജീവിതം ഉണ്ടായിരിക്കണം, രക്ഷിക്കുന്ന നീതി. ജീവിത പങ്കാളിയെയും മക്കളെയും രക്ഷിക്കുവാനായിട്ട് ഒരു കുടുംബനാഥൻ തയ്യാറാകുമ്പോൾ അദ്ദേഹം വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മറ്റൊരു രൂപമായിട്ട് മാറുകയാണ്. ദൈവം ഏൽപ്പിച്ച ജീവിത പങ്കാളിയെയും മക്കളെയും കുടുംബത്തെയും രക്ഷിക്കാതെ, അവർക്ക് ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ മദ്യപിച്ച് അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക്, സ്വാർത്ഥതയ്ക്ക് അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്ക് അടിമപ്പെട്ട് കുടുംബത്തെ മറന്ന്, ജീവിത പങ്കാളിയെ മറന്ന്, മക്കളെ മറന്ന് അവരെ വഴിയരികിൽ ഇട്ടിട്ട് പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ നീതിയുടെ ജീവിതമല്ല, സ്വാർത്ഥതയുടെ ജീവിതമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഓരോ കുടുംബനാഥനും അനുസരണം, ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്, ലോകത്തെയല്ല. ലോകം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിൻ്റെ കുടുംബജീവിതം നയിക്കാൻ പോയാൽ
അവിടെ പ്രശ്നങ്ങളുണ്ടാവും. യൗസേ പിതാവ് നമുക്ക് തരുന്ന മാതൃക ദൈവത്തെ അനുസരിക്കുക. എന്ത് പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ, എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കൊള്ളട്ടെ, ദൈവം പറയുന്നത് അനുസരിച്ചാൽ അതവിടെ അനുഗ്രഹമുണ്ടാകും, നന്മയുണ്ടാകും. യൗസേ പിതാവ് കാരണം മറിയത്തെ സ്വീകരിക്കുവാനായിട്ട് പറയുമ്പോൾ ദൈവം പറഞ്ഞത് യൗസേ പിതാവ് അത് സ്വീകരിച്ചു. മറിയത്തെയും ഈശോയെയും യൗസേ പിതാവ് സ്വീകരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ചില കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യാതെ നിശബ്ദതയോടെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിക്കാൻ തയ്യാറായാൽ അവിടെ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് കടന്നു വരും. പ്രിയമുള്ളവരെ, യൗസേ പിതാവ് പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് കാണാനായിട്ട് പറ്റും. ദൈവിക രഹസ്യങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹം ഉറങ്ങുമ്പോഴാണ്. സ്വപ്നം കാണുന്ന യൗസേ പിതാവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഉറക്കം പോലും പ്രാർത്ഥനയാക്കി മാറ്റിയ വ്യക്തിത്വമാണ്. ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഓരോ നിമിഷവും പ്രാർത്ഥനയുടെ മനുഷ്യൻ, ഉറങ്ങുമ്പോഴും പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്നുവെന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് യൗസേ പിതാവ് ദൈവികമായ വെളിപാടുകൾ ദർശനങ്ങളിലൂടെ, സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും മനസ്സിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ച് ദൈവിക രഹസ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുവാനായിട്ട് യൗസേ പിതാവിന് സാധിച്ചു. അത് കുടുംബജീവിതത്തിൽ ഈ നന്മകളാണ് വേണ്ടത്. എളിമ, അദ്ദേഹത്തിൻ്റെ എളിമയെക്കുറിച്ച് പറയുമ്പോൾ യൗസേ പിതാവ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു. ദാവീദ് വംശം രാജകീയമായ ഒരു വംശത്തിൽ ജനിച്ച വ്യക്തിത്വമായിരുന്നു യൗസേ പിതാവിൻ്റേത്. പക്ഷേ അദ്ദേഹം അഭിമാനത്തോടെ അദ്ദേഹം മരപ്പണി ചെയ്യുകയാണ്. കാർപ്പൻ്ററായിട്ടുള്ള ഒരു ജോലി ചെയ്യാനായിട്ട് യൗസേ പിതാവിന് അതിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ എളിമയാണ്. എനിക്ക് വേണമെങ്കിൽ രാജീയ കുടുംബത്തിൽ ഞാൻ ഉയർന്ന നിലവാരത്തിലുള്ള വ്യക്തി, അതുകൊണ്ട് ഈ പണി എനിക്ക് ചേർന്നതല്ല എന്ന് വേണമെങ്കിൽ യൗസേ പിതാവിന് ചിന്തിക്കാം. പക്ഷേ തൻ്റെ എളിമ അതിന് അവസരം കൊടുത്തില്ല. കാരണം യൗസേ പിതാവിൻ്റെ ആ എളിമ, ഏത് ജോലിയും അത് ദൈവമഹത്വത്തിന് ചെയ്യുമ്പോൾ അത് ശ്രേഷ്ഠമായിട്ട് മാറും. ഏതൊരു ജോലിയും അത് വിശ്വസ്തയോടെ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ അത് ശ്രേഷ്ഠതയായി മാറും എന്ന് യൗസേപ്പ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് തൊഴിൽ മേഖലകളിൽ വ്യാപരിക്കുന്നവർ നിങ്ങളുടെ ചെറിയ ജോലികളെ അത് ദൈവം ഫലമേൽപ്പിച്ചതാണെന്നുള്ള തിരിച്ചറിവോടെ, സ്നേഹത്തോടെ, വിശ്വസ്തയോടെ അത് നിർവഹിക്കാനായിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ യൗസേ പിതാവ് മറ്റുള്ളവർക്ക് പ്രകടമാവുകയാണ്. ദൈവം നമ്മളിൽ ഒരു യൗസേ പിതാവിനെ, വിശുദ്ധ യൗസേ പിതാവിനെ നമ്മുടെ ഉള്ളിൽ നിലനിർത്തിയിട്ടുണ്ട്. ഈ നന്മകൾ, ഈ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നെടുത്ത് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കും. പ്രിയമുള്ളവരെ, യൗസേ പിതാവിനെ സഭയുടെ പരിപാലകനായിട്ട് ജോൺ 23-ാമൻ പാപ്പ പ്രഖ്യാപിക്കുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ സൂനകദോസ് ആരംഭിക്കുമ്പോൾ തന്നെ യൗസേ പിതാവിനെ ഭരമേൽപ്പിക്കുകയാണ് സഭയെ. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ആ കാലഘട്ടത്തിലൊക്കെ സഭയുടെ പരിപാലകനായിട്ട് യൗസേ പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം എന്താണ്? യൗസേ പിതാവിനെ ഏൽപ്പിച്ചാൽ യൗസേ പിതാവ് ആ കുടുംബത്തെ പരിപാലിക്കും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ പരിപാലിക്കുവാൻ യൗസേ പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. എത്രമാത്രം ശക്തനാണ് വിശുദ്ധ യൗസേ പിതാവ്! കാരണം അദ്ദേഹം നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായിട്ട് മാറും. യൗസേ പിതാവിൻ്റെ രൂപം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ ശക്തി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എല്ലാ ചിത്രങ്ങളിലും രൂപങ്ങളിലും യൗസേ പിതാവിൻ്റെ കൂടെ ഈശോയെ കാണാൻ പറ്റും. യൗസേ പിതാവിൻ്റെ ചുണ്ടിൻ്റെ അടുത്താണ് ഈശോയുടെ കാത് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. ഈ യൗസേ പിതാവ് ഈശോയോട് പറഞ്ഞ അപ്പോൾ അവിടെ സംഭവിക്കും കാര്യം. കാരണം സർവ്വശക്തനായ ഈശോയെ പരിപാലിക്കുവാൻ ദൈവം നിയോഗിച്ച വിശ്വസ്തനായ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മൾ തേടുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. എത്രമാത്രം അത്ഭുതങ്ങളാണ് യൗസേ പിതാവിൻ്റെ നാമധേയത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധരൊക്കെ വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടുമായിരുന്നു. കാരണം വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ ഈ യൗസേ പിതാവിന് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതായിട്ട് വിശുദ്ധരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ ജീവിതം ഇന്ന് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടുന്നവർക്ക് ദൈവം അനുഗ്രഹമായി നൽകുന്നുണ്ട്. അമ്മ ത്രേസ്യ, വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത്, ഒരു ദിവസം അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ മറിയം അമ്മ ത്രേസ്യയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മകളെ, നീ എൻ്റെ സ്നേഹമയിയായ യൗസേപ്പിൻ്റെ അടുത്തേക്ക് പോവുക. കാരണം യൗസേപ്പിൻ്റെ അടുത്ത് പോകുക എന്ന് പറയുമ്പോൾ അവിടെ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചാൽ ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് തരും. സാമ്പത്തികമായും അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, യൗസേ പിതാവിനെ വിളിക്കുക, മാധ്യസ്ഥം തേടിയാൽ മതി. ചവറ പിതാവ്
വിശുദ്ധ ചവറപ്പിതാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മാനത്ത് അദ്ദേഹം ഒരു ആശ്രമം കെട്ടുവാനായിട്ട്, ഒരു ആശ്രമം പണിയുവാനായിട്ട് പൈസയൊന്നും ഇല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം യൗസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായി. കാരണം ഒരു 9 ദിവസത്തെ നൊവേന, യൗസേപ്പിതാവിനോട് 9 ദിവസത്തെ ഒരു നൊവേന നടത്താനായിട്ട് ചവറപ്പിതാവ് തയ്യാറായി. ഈ 9ാമത്തെ ദിവസത്തെ നൊവേന ആ തീർന്ന ദിവസം ആ രാത്രിയിൽ ചവറപ്പിതാവിന് പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് സമ്പത്തുണ്ട്, ഒരു ആശ്രമം പണിയാനായിട്ട് ഞാൻ ഈ പൈസ തരാനായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരു കിഴി സ്വർണ്ണ നാണയങ്ങൾ, കുറേ പൈസയും സ്വർണ്ണ നാണയങ്ങളും ചവറപ്പിതാവിനെ ഏൽപ്പിച്ചു. ചവറപ്പിതാവ് പറയുന്നത് അത് ഔസേപ്പിതാവാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചാൽ, അദ്ദേഹത്തിൻ്റെ നൊവേന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, അവിടെ ദൈവം വിശുദ്ധ യൗസേപ്പിതാവിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കരുത്തനെ പിടിക്കണം. കാരണം നമ്മൾ കരുത്തൻ്റെ കരമാണ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ കരം. അദ്ദേഹത്തിൻ്റെ കരം പിടിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയണം. ഇന്ന് കുടുംബജീവിതം നയിക്കുന്നവർ പലതരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ വിശുദ്ധ യൗസേപ്പിതാവിന് ഭരമേൽപ്പിക്കുക. കാരണം തിരുക്കുടുംബത്തിൻ്റെ പാലകനായി പരിശുദ്ധ മറിയത്തെയും ഉണ്ണിയായ ഈശോയെയും പരിപാലിക്കുവാൻ ദൈവം നിയോഗിച്ച യൗസേപ്പിതാവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഭവനങ്ങളെ കൊടുത്തുകൊണ്ട് ഓരോ കുടുംബനാഥനും തൻ്റെ ഭവനത്തെ യൗസേപ്പിതാവിന് ഭരമേൽപ്പിച്ചാൽ അവിടെ യൗസേപ്പിതാവ് ദുഷ്ടനിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കും. ഇന്ന് കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ ജ്ഞാനത്തിലും പ്രായത്തിലും വളരാതെ താന്തോന്നികളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവരെ തിരിച്ചു പിടിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുക. കാരണം മക്കൾ ജ്ഞാനത്തിലും പ്രായത്തിലും വളരുവാനായിട്ട് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സഹായം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറെ ആവശ്യമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഇന്ന് മാതാപിതാക്കൾ ഒത്തിരി പരിതപിക്കുന്നുണ്ട് മക്കളെക്കുറിച്ച്. തങ്ങളുടെ മക്കൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. മക്കളുടെ ജീവിതം ഇന്ന് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആകർഷണങ്ങളിൽ വീണ് ദൈവത്തിൽ നിന്ന് അകലുകയാണ്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടുക. കാരണം തിരുക്കുടുംബത്തെ, നസ്രത്തിലെ കുടുംബത്തെ അനുഗ്രഹമാക്കി മാറ്റിയ യൗസേപ്പിതാവിന് ഈ കാലഘട്ടത്തിൽ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹമാക്കാനായിട്ട് മാറ്റും. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ കുടുംബ സന്ദർശനവുമായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന മകനുണ്ട്, അതുപോലെ തന്നെ ഒരു മകള്, 2 മക്കളാണ്. നന്നായിട്ട് പഠിക്കും, പ്രാർത്ഥിക്കും. മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, മകൾ കുഞ്ഞുമായിട്ട് ജീവിക്കുന്നു. മകൻ ഡിഗ്രി 2nd ഇയർ പഠിക്കുകയാണ്. അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അമ്മ ഈ മകനെക്കുറിച്ച് പറയുകയാണ്, കാരണം ഞാൻ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം എപ്പോഴും തേടും. എൻ്റെ 2 മക്കളെയും യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടി ഞാൻ അവരെ അനുഗ്രഹിക്കുവാനായിട്ട് യൗസേപ്പിതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ ദിവസവും യൗസേപ്പിതാവിനോടുള്ള ആ പ്രാർത്ഥന ജപം ചൊല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഗ്രഹവും അഭിഷേകവും. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന മകൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും അവൻ ദൈവത്തോട് വിധേയത്വമുള്ള ഒരു ജീവിതം, മാതാപിതാക്കളോട് വിധേയത്വമുള്ള ജീവിതം. അപ്പോൾ ഡിഗ്രി 1st ഇയർ നല്ല മാർക്ക് സ്കോർ ചെയ്തപ്പോൾ ഈ അമ്മ പറഞ്ഞു, മോനെ നിനക്ക് ഞാനൊരു മൊബൈൽ ഫോണും ഒരു ബൈക്കും വാങ്ങി തരട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറയുകയാണ്, എനിക്കിപ്പോൾ അത് വേണ്ട. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഡിഗ്രി 2nd ഇയർ പഠിക്കുന്ന മകനെ കണ്ടപ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഈ കാലഘട്ടത്തിൽ വ്യക്തികളുടെ യുവതി യുവാക്കളുടെ ജീവിതത്തെ തകർക്കുന്ന ആവശ്യമില്ലാത്ത ഈ തിന്മകൾ, കാരണം നന്മയ്ക്ക് ഉപയോഗിക്കാം. ഇന്ന് കൂടുതലും നന്മയ്ക്ക് ഉപയോഗിക്കാതെ പിശാച് ആ തിന്മയ്ക്ക് വേണ്ടിയാണ് ഈ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കാനായിട്ട് പിശാച് പ്രേരണ കൊടുക്കുന്നത്. അതുകൊണ്ടെന്താണ് ഈ ചെറുപ്പക്കാരൻ, അവന് താല്പര്യമില്ല മൊബൈൽ ഫോണിനോട്. അവൻ പറയുന്നത് എനിക്കിപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ആവശ്യമില്ല, ബൈക്കിൻ്റെ ആവശ്യമില്ല. അവൻ ഈ സൈക്കിളിൽ പള്ളിയിൽ പോകുന്നതും അതുപോലെ തന്നെ സ്കൂളിൽ കോളേജിൽ പോകുന്നതും ഈ ബൈക്കിൽ ഇന്ന് അവൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ ബൈക്കിൽ ഇങ്ങനെ ആഘോഷമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ അവനതിൽ ഒരു കുറവായിട്ട് അവന് കാണുന്നില്ല. അവന് ഈ സൈക്കിൾ സന്തോഷമായിട്ട് നിൽക്കുക. കാരണം എന്താണ്? ഈ അമ്മ പറയുന്നത്, ഞാൻ യൗസേപ്പിതാവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എൻ്റെ മകന് ഈ വ്യക്തിത്വം രൂപപ്പെട്ടത്. പ്രിയമുള്ള സഹോദര സഹോദരി, നിൻ്റെ മക്കൾ ഇന്ന് വഴിവിട്ട അവസ്ഥയിലൂടെ നീങ്ങുന്നുണ്ടെങ്കിൽ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടുക. വിശുദ്ധ യൗസേപ്പിതാവ്, നീതിമാനായ യൗസേപ്പിതാവ് ജീവിതത്തിന് അഭിഷേകം തരുന്ന
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശക്തിയുള്ള മാധ്യസ്ഥ ശക്തി ഔസേപ്പിതാവിലുണ്ട്. ഔസേപ്പിതാവിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അദ്ദേഹം നീതിബോധമുള്ള വ്യക്തിയായിരുന്നു. ദൈവേഷ്ടം നിറവേറ്റുവാൻ ജാഗ്രതയുള്ള വ്യക്തിത്വമായിരുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നീതിബോധമുണ്ടാകണം. ദൈവത്തിൻ്റെ ഇഷ്ടം അത് നിവർത്തിക്കുവാനായിട്ടുള്ള ജാഗ്രതയുണ്ടാകണം. ഓരോ വ്യക്തികളിലും ഒരു ഔസേപ്പിതാവ്, ഒരു വിശുദ്ധ ഔസേപ്പിതാവ് രൂപപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഔസേപ്പിതാവിൻ്റെ ഈ നന്മകൾ, നീതിയുള്ള ജീവിതം, അനുസരണമുള്ള, ദൈവത്തെ അനുസരിക്കുന്ന ജീവിതം, അതുപോലെ ദൈവസന്നിധിയിൽ ശാന്തമായി നിൽക്കുവാനായിട്ട്, ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു ജീവിതം, അനുഭവങ്ങൾ, ദൈവം തരുന്ന അനുഭവങ്ങളെ അത് സ്വീകരിച്ചുകൊണ്ട് ആ അനുഭവങ്ങളിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ജീവിതം, വിവേകത്തോടെ, പാപം നിറഞ്ഞ ഈ ലോകത്തിൽ, തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ സർപ്പങ്ങളെപ്പോലുള്ള വിവേകത്തോടെ വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ടുള്ളൊരു വിവേകം, എളിമയിൽ തിന്മയെ തകർക്കുവാൻ. കാരണം സകല കൃപാവരങ്ങളും ലഭിക്കുന്നത് എളിമയിലൂടെയാണ്. വിശുദ്ധ ഔസേപ്പിതാവിൽ നിറഞ്ഞു നിന്ന ആ എളിമയുടെ ആ ചൈതന്യം നമുക്കും സ്വന്തമാക്കാനായിട്ട് തയ്യാറായാൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹമാകും. ഫറവോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ, ഈജിപ്തിൽ ദാരിദ്ര്യം കടന്നു വരാൻ തുടങ്ങുമ്പോൾ ഫറവോ പറയുകയാണ്, നിങ്ങൾ പൂർവ്വപിതാവായി ജോസഫിൻ്റെ അടുത്തേക്ക് പോവുക, കാരണം ജോസഫ് നിങ്ങളെ സഹായിക്കും. ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളും വിഷമതകളുമായി നിൽക്കുമ്പോൾ ദൈവം നമ്മളോടും പറയുന്നു, നിങ്ങൾ ജോസഫിൻ്റെ അടുത്തേക്ക് പോവുക. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾ മാധ്യസ്ഥം തേടുക. അവിടെ അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വർഷിക്കും, കൃപകൾ നമ്മുടെ ജീവിതത്തിൽ വർഷിക്കും. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നന്മകൾ ഓർക്കുമ്പോൾ, മാർച്ച് മാസം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ഔസേപ്പിതാവിന് ഫലമേൽപ്പിക്കാം. ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം, നസ്രത്തിലെ കുടുംബത്തെ അനുഗ്രഹമാക്കിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹമാക്കണമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹമാക്കണമേ എന്ന് ഔസേപ്പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ ഔസേപ്പിതാവ് ഞങ്ങൾക്ക് അനുകരിക്കുവാനായിട്ടുള്ള ഒരു മാതൃക കൂടിയാണല്ലോ. ദൈവ ഇഷ്ടം നിറവേറ്റുവാൻ ജാഗ്രതയോടെ ഈ ഭൂമിയിലെ ജീവിതം നയിച്ച ഔസേപ്പിതാവിൻ്റെ ആ മാധ്യസ്ഥ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ, അതിലൂടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ, ഈ കാലഘട്ടം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർത്ത് ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ വിശുദ്ധ ഔസേപ്പിതാവിൽ നിറഞ്ഞു നിന്ന ദൈവാശ്രയവും നീതിബോധവും ഞങ്ങൾക്ക് ലഭിക്കുവാൻ കർത്താവെ നീ കൃപ ചൊരിയണമേ. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് അവയിൽ നിന്ന് കരകയറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.